തിയേറ്ററിൽ വിജയിക്കാതെ പോയ ഒത്തിരി നല്ല സിനിമകളുണ്ട്. ചെറിയ സിനിമകളിൽ നല്ല സിനിമകൾ, വലിയ നായകനോ നായികയോ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിലൊക്കെ പുറത്തു വന്ന സിനിമകൾ. അപ്പൊ അതുപോലെയുള്ള കുറച്ച് മലയാളം തമിഴ് ചിത്രങ്ങൾ 2023 പുറത്തു വന്ന കുറച്ച് മലയാളം തമിഴ് ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ഞാൻ പറയുന്നതുകൊണ്ട് ഈ സിനിമകളൊക്കെ വമ്പൻ എക്സ്പീരിയൻസ് തരും എന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ തിയേറ്ററിൽ തന്നെ കാണേണ്ട ചിത്രങ്ങളായിരുന്നു എന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഓരോ ചിത്രവും നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് തന്നെയാണ് മേക്ക് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അത് കാണേണ്ടതായിട്ടുള്ളതുണ്ട് ചിത്രത്തിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു നല്ല ചിത്രം കണ്ട തൃപ്തി അതും നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടണം. എങ്കിൽ മാത്രമേ ഇതുപോലെ ചെറിയ സിനിമകളിൽ നല്ല സിനിമകളും റിലീഫ് ആവുന്ന സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവി ഫ്രണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ 9ാമത്തെ പൊസിഷനിലുള്ള ചിത്രം 2023 പുറത്തു വന്ന ഒരു തമിഴ് ആക്ഷൻ ഡ്രാമ മൂവിയാണ് യാത്തിസൈ. ധരണി രാസേന്ദ്രൻ അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഓവറോൾ ആ ഒരു മേക്കിംഗ് തന്നെയാണ്. കാരണം വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് അവർ സിനിമയ്ക്കുള്ളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാകും. ആ രീതിയിൽ അത് മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഹിസ്റ്ററിക്കൽ ആക്ഷൻ ഡ്രാമ മൂവികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വൺ ടൈം വാച്ചബിൾ ആണ്, ഒരു തവണയെങ്കിലും കാണാനുള്ളത് തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. സിനിമ ആമസോൺ പ്രൈമിൽ സബ് ടൈറ്റിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ്. സബ് ടൈറ്റിൽ ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഇത് തമിഴ് ചിത്രമാണെങ്കിലും സബ് ടൈറ്റിൽ ഇട്ടാൽ മാത്രമേ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇത് കുറച്ച് പഴയ തമിഴാണ്. തമിഴ്നാട്ടുകാർക്ക് പോലും ചിലപ്പോൾ എളുപ്പത്തിൽ ഇത് പിടികിട്ടത്തില്ല. ആ ഒരു രീതിയിലുള്ള സ്ലാങ് ആണ്, ആ ഒരു സെറ്റപ്പിലാണ് സിനിമ വരുന്നത്. അതുകൊണ്ട് സബ് ടൈറ്റിൽ ഇട്ട് തന്നെ കാണുക. മനസ്സിലാകില്ല എന്നല്ല, മനസ്സിലാക്കാം. ആ ഡയലോഗൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് സബ് ടൈറ്റിൽ ഇട്ട് തന്നെ കാണുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പറഞ്ഞ പോലെ സിനിമ ആമസോൺ പ്രൈമിലുണ്ട്. UA സർട്ടിഫൈഡ് മൂവിയാണ്. എല്ലാവർക്കും ഒരേ രീതിയിൽ കണ്ട് ആസ്വദിക്കാവുന്ന സിനിമയാണ്. ഇതുപോലെ തന്നെ 8ാമത്തെ പൊസിഷനിലുള്ള ചിത്രം 2023 പുറത്തു വന്ന ഒരു മലയാളം ഡ്രാമ മൂവിയാണ് B32 മുതൽ 44 വരെ. ശ്രുതി ശരണ്യമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ എല്ലാവരും ഒരേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രത്തോളം പ്രസന്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സമകാലിക പ്രശസ്തിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ അവർ കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ ക്യാരക്ടർ വൈസ് നോക്കുവാണെങ്കിലും ഓരോ ക്യാരക്ടറും ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്ത് തന്നെയാണ് അവർ സിനിമയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്രത്തോളം അവർ നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി ഇതൊന്നും അങ്ങ് ഓവർ ആക്കുന്നില്ല. ഇമോഷൻസ് ആയാലും ബാക്കി എന്ത് തന്നെ ആയാലും ചില സീനുകളൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നും അതൊന്നും ആ ഒരു ലെവൽ വിട്ട്, സിനിമയുടെ ആ ഒരു ലെവൽ വിട്ട് മുന്നോട്ട് പോകുന്നില്ല. എല്ലാം നീറ്റായി ഡീസൻ്റായി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എല്ലാവരും മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക. ഒരു നല്ല സിനിമ കണ്ട തൃപ്തി തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടും. 7 out of 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അതുപോലെ തന്നെ 7ാമത്തെ പൊസിഷനിലുള്ള ചിത്രം 2023 പുറത്തു വന്ന ഒരു തമിഴ് ഡ്രാമ മൂവിയാണ് അയോധ്യ. R മന്ദിരമൂർത്തി അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു തമിഴ് ചിത്രം കണ്ട ഫീൽ ആയിരുന്നില്ല. പക്കാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മലയാളം സിനിമ കണ്ട ഫീൽ തന്നെയായിരുന്നു എനിക്ക് വന്നത്. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി, അത് കംപ്ലീറ്റ് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്ത് നമ്മുടെ മനസ്സിലൊരു സ്ഥാനം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിലോട്ട് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഓവറോൾ സിനിമയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മ്യൂസിക് ഒക്കെ ആയാലും നല്ലപോലെ എഫേർട്ട് എടുത്ത സിനിമയെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും സിനിമ കാണുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയും കണ്ടു കഴിയുമ്പോൾ ഒരു തൃപ്തി, ഒരു നല്ല സിനിമ കണ്ട തൃപ്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. C5 സിനിമ അവൈലബിൾ ആണ്. 7.3 out of 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അതുപോലെ തന്നെ ഇതും എല്ലാവർക്കും ഒരേപോലെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി 6ാമത്തെ പൊസിഷനിലുള്ള ചിത്രം 2023 പുറത്തു വന്ന ഒരു മലയാളം കോമഡി ഡ്രാമ മൂവിയാണ് മധുര മനോഹര മോഹം. സ്റ്റെഫി സേവ്യർ ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു നല്ല കോമഡി ചിത്രം. ചിത്രത്തിന്റെ കാസ്റ്റിംഗും അതുപോലെ തന്നെ ക്യാരക്ടറൈസേഷനൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ. പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
ജിഷ വിജയന്റെ ഒക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു സിനിമയിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. നല്ലപോലെ നമ്മളെ എന്റർടൈൻ ചെയ്യും, എല്ലാവരെയും ഒരേ രീതിയിൽ എന്റർടൈൻ ചെയ്യുന്ന ഒരു കോമഡി ചിത്രം തന്നെയാണ് മധുര മനോഹര മോഹം. 7.4 ഔട്ട് ഓഫ് 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. എല്ലാവർക്കും ഒരേപോലെ തന്നെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെയായിട്ടാണ് ഇതും എനിക്ക് തോന്നിയത്. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക. നല്ലൊരു എന്റർടൈനിങ് മൂവി തന്നെയാണ് ഇത്. ഇനി ഇതുപോലെ തന്നെ 5th പൊസിഷനിലുള്ള ചിത്രം 2023 പുറത്തു വന്ന ഒരു കോമഡി പോലീസ് പ്രൊസീജറൽ ഫിലിമാണ് പുരുഷപ്രേതം. എന്റെ പല വീഡിയോയിലും ഈ ചിത്രത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഞാൻ അങ്ങനെ അധികം പറയുന്നില്ല. വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം നൽകുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് പുരുഷപ്രേതം. സോണി ലൈവില് സിനിമയുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കാണുക. 7.5 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അതുപോലെ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു ചിത്രം. അതുപോലെ തന്നെ 4ാമത്തെ പൊസിഷനിലുള്ള സിനിമ 2023 പുറത്തു വന്ന ഒരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഡാഡ. ഗണേഷ് കെ ബാബു ആണ് സിനിമ സംവിധാനം ചെയ്തത്. വലിയ പ്രതീക്ഷ വെച്ചൊന്നും അല്ല സിനിമ ഞാൻ കണ്ടു തുടങ്ങിയത്. പക്ഷെ മുന്നോട്ട് പോകും തോറും സിനിമ എനിക്ക് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ വന്നുകൊണ്ടിരുന്നു. ക്ലൈമാക്സ് ഒക്കെ എന്തായാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, നമുക്കറിയാം. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ അതിന്റെ ആ ക്ലൈമാക്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്രത്തോളം ആഗ്രഹിച്ച് അതിന്റെ ആ ഒരു ക്ലൈമാക്സ് കണ്ടു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അത്രത്തോളം എന്താ പറയുക, അല്ലെങ്കിൽ പക്ക ഒരു ഇമോഷണൽ ട്രീറ്റ് തന്നെയാണ് സിനിമ. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക. ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. 7.5 തന്നെയാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. എല്ലാവർക്കും ഒരേപോലെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമ. ഇതും കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു തൃപ്തി നൽകും. ഒരു നല്ല സിനിമ കണ്ട തൃപ്തി തീർച്ചയായിട്ടും ഇതും നമുക്ക് നൽകും. ഇതുപോലെ തന്നെ 3rd പൊസിഷനിലുള്ള ചിത്രം 2023 തന്നെ പുറത്തു വന്ന ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ് പരമ്പൊരു. ഈ സിനിമയെ പറ്റി ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ അങ്ങനെ അധികം വലിച്ചു നീട്ടുന്നില്ല. ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. അടിപൊളി ത്രില്ലർ സിനിമ തന്നെയാണിത്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും കാണുക. 7.5 തന്നെയാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അതുപോലെ തന്നെ 2nd പൊസിഷനിലുള്ള ചിത്രം 2023 തന്നെ പുറത്തു വന്ന ഒരു തമിഴ് ചിത്രമാണ്, തമിഴ് ത്രില്ലർ മൂവിയാണ് പോർത്തൊഴിൽ. ഈ ചിത്രവും ഒരു ഒന്നൊന്നര ത്രില്ലർ സിനിമ തന്നെയാണ്. വെറുതെ വലിച്ചു നീട്ടി ഞാൻ ടൈം കളയുന്നില്ല. അടിപൊളി സിനിമ തന്നെയാണ് ഇത്. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും സിനിമ നിങ്ങൾക്ക് നൽകും. 7.8 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അതുപോലെ തന്നെ 1st പൊസിഷനിലുള്ള ചിത്രം 2023 തന്നെ പുറത്തു വന്ന ഒരു മലയാളം ത്രില്ലർ മൂവി, അല്ലെങ്കിൽ എന്താ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ഇരട്ട. ജോജി ചേട്ടന്റെ പെർഫോമൻസ് കൊണ്ട് തന്നെ സിനിമ എൻഗേജിംഗ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു ക്ലൈമാക്സ് മൂവിയാണ്. ക്ലൈമാക്സ് ആണ് സിനിമയുടെ ബലം. ഞാൻ ഓൾറെഡി ഈ സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ വെറുതെ വലിച്ചു നീട്ടുന്നില്ല. കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും സിനിമ കാണുക. നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ്. 7.8 ഔട്ട് ഓഫ് 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ സിനിമകൾ, അല്ലെങ്കിൽ അധികം പോപ്പുലർ ആകാതെ പോയ സിനിമകളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.